ഹായ് ഹലോ എല്ലാവർക്കും PSC ഓഡിയോ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് പഠിച്ച ബാങ്കിങ് ധനകാര്യ സ്ഥാപനങ്ങൾ അല്ലേ, ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ 3-ാം ഭാഗമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്, വളരെ കാൽക്കുലേഷനൊന്നും ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന, നമുക്ക് 1 മാർക്ക് എന്തായാലും മസ്റ്റായിട്ടും കിട്ടുന്നൊരു ടോപ്പിക്കാണ്. അപ്പം നോക്കാം, ഷെഡ്യൂൾഡ് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്താണെന്ന് നോക്കാം. RBI ആക്ടിൻ്റെ 2-ാം ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതും കുറഞ്ഞത് 5 ലക്ഷം രൂപ മൂലധനമുള്ളതുമായ ബാങ്കുകളാണ് ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പം RBI ആക്ടിൻ്റെ 2-ാം ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതും കുറഞ്ഞത് 5 ലക്ഷം രൂപ മൂലധനമുള്ളതുമായ ബാങ്കുകളാണ് ഷെഡ്യൂൾഡ് ബാങ്കുകൾ. അപ്പം ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ മൂലധനം എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളും എല്ലാ ദേശസാൽകൃത ബാങ്കുകളും പ്രാദേശിക ഗ്രാമീൺ ബാങ്കുകൾ, വിദേശ ബാങ്കുകൾ, ചില സഹകരണ ബാങ്കുകൾ എന്നിവയെല്ലാം ഷെഡ്യൂൾഡ് ബാങ്കിൽ ഉൾപ്പെടുന്നു. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളും എല്ലാ ദേശസാൽകൃത ബാങ്കുകളും പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ, വിദേശ ബാങ്കുകൾ, ചില സഹകരണ ബാങ്കുകൾ എന്നിവയെല്ലാം എന്തിൽപ്പെടുന്നു? ഷെഡ്യൂൾഡ് ബാങ്കിൽ ഉൾപ്പെടുന്നു. ഇവയ്ക്ക് RBI നിന്നും ബാങ്ക് നിരക്കിൽ വായ്പയ്ക്ക് അർഹതയുണ്ട്. കൂടാതെ ക്ലിയറിംഗ് ഹൗസുകളിൽ അംഗത്വവും നൽകുന്നു. 1934 RBI ആക്ടിൻ്റെ 2-ാം ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ലാത്തതും 5 ലക്ഷം രൂപയിൽ താഴെ കരുതൽ മൂലധനമുള്ളതുമായ ബാങ്കുകളാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകളെന്ന് അറിയപ്പെടുന്നത്. അപ്പം 1934 RBI ആക്ടിൻ്റെ 2-ാം ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ലാത്തതും 5 ലക്ഷം രൂപയിൽ താഴെ കരുതൽ മൂലധനമുള്ളതുമായ ബാങ്കുകളാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ. അടിയന്തരമോ അസാധാരണമോ ആയ സാഹചര്യങ്ങൾ ഒഴികെ സാധാരണ ബാങ്കിങ് ആവശ്യങ്ങൾക്കായി RBI നിന്നും വായ്പ എടുക്കാൻ അർഹതയില്ലാത്ത ബാങ്കുകളാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അടിയന്തരമോ അസാധാരണമായ സാഹചര്യങ്ങൾ ഒഴികെ സാധാരണ ബാങ്കിങ് ആവശ്യങ്ങൾക്കായി RBI നിന്നും വായ്പ എടുക്കാൻ അർഹതയില്ലാത്ത ബാങ്കുകളാണ് എന്തെന്നറിയപ്പെടുന്നത്? നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്നറിയപ്പെടുന്നത്. എല്ലാ ലോക്കൽ ഏരിയ ബാങ്കുകളിലും നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ എല്ലാ ലോക്കൽ ഏരിയ ബാങ്കുകളും നോൺ ഷെഡ്യൂൾഡ് ബാങ്കുകൾ എന്ന വിളിപ്പേര് ഉണ്ട്. അപ്പോൾ ബാങ്ക് ദേശസാൽക്കരണത്തെക്കുറിച്ച് പഠിക്കാം. ബാങ്കിങ് മേഖലകളുടെ വളർച്ച 3 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. 1770 മുതൽ 1969 വരെ ദേശസാൽക്കരണം വരെയുള്ള ആദ്യഘട്ടം, 1969 വരെയുള്ള 1-ാം ഘട്ടം, അതായത് 1770 മുതൽ 1969 വരെ ബാങ്ക് ദേശസാൽക്കരണം വരെയുള്ള ആദ്യഘട്ടം, 69 മുതൽ 90 വരെയുള്ള 2-ാം ഘട്ടം, 1969 മുതൽ 1990 വരെയുള്ള 2-ാം ഘട്ടം, 1969 മുതൽ 90 വരെയുള്ള 2-ാം ഘട്ടം, 91 മുതലുള്ള 3-ാം ഘട്ടം, 91 മുതലുള്ള 3-ാം ഘട്ടം. ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിലേക്ക് നയിച്ചതിനുള്ള കാരണം സാമൂഹ്യ പുരോഗതി ലക്ഷ്യമാക്കി ബാങ്കുകളുടെ പ്രവർത്തനം ക്രമീകരിക്കുന്നതിന്. ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിലേക്ക് നയിച്ചതിനുള്ള കാരണം എന്താണ്? സാമൂഹ്യ പുരോഗതി ലക്ഷ്യമാക്കി ബാങ്കുകളുടെ പ്രവർത്തനം ക്രമീകരിക്കുന്നതിലേക്കായാണ്. ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 1969 ജൂലൈ 19 ഇന്ത്യയിലെ 1-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. 1969 ജൂലൈ 19 1-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. 1969 1-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്ത് ധനകാര്യമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ധനകാര്യമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. രാഷ്ട്രപതി VV ഗിരിയാണ്. 1-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോൾ രാഷ്ട്രപതി ആരാണ്? VV ഗിരി. 1-ാം ഘട്ടത്തിൽ 50 കോടി രൂപയ്ക്ക് മുകളിൽ മൂലധനമുള്ള 14 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. 1-ാം ഘട്ടത്തിൽ എന്ത് ചെയ്തു? 50 കോടി രൂപയ്ക്ക് മുകളിൽ മൂലധനമുള്ള 14 ബാങ്കുകളെയാണ് എന്ത് ചെയ്തത്? ദേശസാൽക്കരിച്ചത്. 1980 ഏപ്രിൽ 15 2-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. 1980 ഏപ്രിൽ 15 2-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടന്നത്. 1980 ഏപ്രിൽ 15 2-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയാണ്. 2-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? നീലം സഞ്ജീവ റെഡ്ഡിയാണ്. 2-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയാണ്. 2-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. 2-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. 2-ാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണത്തിൽ 200 കോടി മൂലധനമുള്ള 6 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. ആദ്യം എത്രയായിരുന്നു? 14 ബാങ്കുകളെങ്കിൽ 2-ാം ഘട്ടത്തിൽ എത്രയാണ്? 6 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. 2-ാം ഘട്ട ദേശസാൽക്കരണത്തിന് ശേഷം ആകെ 20 ബാങ്കുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് ലയിച്ചതോടെ ബാങ്കുകളുടെ എണ്ണം എത്രയായി മാറി? 19 മാറി.
അപ്പോൾ രണ്ടാം ഘട്ട ദേശസാൽക്കരണത്തിന് ശേഷം ആകെ 20 ബാങ്കുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് ലയിച്ചതോടെ ബാങ്കുകളുടെ എണ്ണം 19 മാറി. ATM, ക്രെഡിറ്റ് കാർഡ്, ഫോൺ ബാങ്കിംഗ്, നെറ്റ് ബാങ്കിംഗ്, അതുപോലെ തന്നെ കോർ ബാങ്കിംഗ് തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ നിലവിൽ വന്നത് മൂന്നാം ഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ATM, ക്രെഡിറ്റ് കാർഡ്, ഫോൺ ബാങ്കിംഗ്, നെറ്റ് ബാങ്കിംഗ്, കോർ ബാങ്കിംഗ് തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ നിലവിൽ വന്നത് മൂന്നാം ഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. മൂന്നാം ഘട്ടത്തിൽ നൂതന പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കിയ സ്വകാര്യ ബാങ്കുകളാണ് പുത്തൻ തലമുറ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ മൂന്നാം ഘട്ടത്തിൽ നൂതന പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കിയ സ്വകാര്യ ബാങ്കുകളാണ് പുത്തൻ തലമുറ ബാങ്കുകൾ. 2019 2020 ബാങ്ക് ലയനം പ്രഖ്യാപിച്ച ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. 2019 2020 ബാങ്ക് ലയനം പ്രഖ്യാപിച്ച ധനകാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. 2019 ഏപ്രിൽ 1 വിജയ ബാങ്ക്, ദേന ബാങ്ക് എന്നിവ ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചു. അപ്പോൾ 2019 ഏപ്രിൽ 1 ഏതൊക്കെ ബാങ്കുകളാണ്? വിജയ ബാങ്കും ദേന ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചു. 2019 ഏപ്രിൽ 1 വിജയ ബാങ്കും ദേന ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ചു. പ്രസ്തുത ലയനത്തോടെ ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പൊതുമേഖലാ ബാങ്കായിട്ട് മാറിയിട്ടുണ്ട്. പ്രസ്തുത ലയനത്തോടെ എന്ത് ചെയ്തു? ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പൊതുമേഖലാ ബാങ്കായിട്ട് മാറി. 2020 ഏപ്രിൽ 1 കേന്ദ്ര സർക്കാർ ലയനം നടത്തിയ ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. ഇപ്പോഴും തന്നെ പഠിച്ചു നോക്കാം. 2020 ഏപ്രിൽ 1 കേന്ദ്ര സർക്കാർ ലയനം നടത്തിയ ബാങ്കുകൾ ഏതൊക്കെയാണ്? ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. അപ്പോൾ ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്ക് ലയിച്ചു. ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്ക് ലയിച്ചു. ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ലയിച്ചു? പഞ്ചാബ് നാഷണൽ ബാങ്ക് ലയിച്ചു. ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക് എന്നിവ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ലയിച്ചു. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും എന്ത് ചെയ്തു? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും എന്ത് ചെയ്തു? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു. സിൻഡിക്കേറ്റ് ബാങ്ക് എന്ത് ചെയ്തു? കാനറ ബാങ്കിൽ ലയിപ്പിച്ചു. സിൻഡിക്കേറ്റ് ബാങ്കിനെ എന്ത് ചെയ്തു? കാനറ ബാങ്കിൽ ലയിപ്പിച്ചു. സിൻഡിക്കേറ്റ് ബാങ്കിനെ എന്ത് ചെയ്തു? കാനറ ബാങ്കിൽ ലയിപ്പിച്ചു. അലഹബാദ് ബാങ്കിനെ ഇന്ത്യൻ ബാങ്കിൽ ലയിപ്പിച്ചു. അലഹബാദ് ബാങ്കിനെ എന്ത് ചെയ്തു? ഇന്ത്യൻ ബാങ്കിൽ ലയിപ്പിച്ചു. അലഹബാദ് ബാങ്കിനെ ഇന്ത്യൻ ബാങ്കിൽ ലയിപ്പിച്ചു. നിലവിൽ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്രയാണ്? 12 ആണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. 2020 ഏപ്രിൽ 1 കേന്ദ്ര സർക്കാർ ലയനം നടത്തിയ ബാങ്കുകളാണ് ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക് എന്നിവ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ലയിച്ചു. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്ക് എന്നിവ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ലയിച്ചു. സിൻഡിക്കേറ്റ് ബാങ്കിനെ കാനറ ബാങ്കിൽ ലയിപ്പിച്ചു. അലഹബാദ് ബാങ്കിനെ ഇന്ത്യൻ ബാങ്കിൽ ലയിപ്പിച്ചു. നിലവിൽ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 12 ആണ്. ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം എത്രയാണ്? 12 ആണ്. ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാന പൊതുമേഖലാ ബാങ്കുകൾ ഏതൊക്കെയാണ്? അതിലൊന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ് പഠിക്കുന്നത്. SBIയുടെ ചരിത്രം 1806 ജൂൺ 2 സ്ഥാപിതമായ ബാങ്ക് ഓഫ് കൽക്കട്ടയിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. SBIയുടെ ചരിത്രം 1806 ജൂൺ 2 സ്ഥാപിതമായ ബാങ്ക് ഓഫ് കൽക്കട്ടയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. 1806 സ്ഥാപിതമായ ബാങ്ക് ഓഫ് കൽക്കട്ട 1809 ജനുവരി 2 ബാങ്ക് ഓഫ് ബംഗാളായി പുനർനാമകരണം ചെയ്യപ്പെട്ടു. 1806 സ്ഥാപിതമായ ബാങ്ക് ഓഫ് കൽക്കട്ട എന്ത് ചെയ്തു? 1809 ജനുവരി 2 ബാങ്ക് ഓഫ് ബംഗാളായിട്ട് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ബംഗാൾ സർക്കാർ സ്പോൺസർ ചെയ്ത ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്കായിരുന്നു ബാങ്ക് ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്നത്. അപ്പം ബ്രിട്ടീഷ് സർക്കാർ സ്പോൺസർ ചെയ്ത ഇന്ത്യയിലെ ആദ്യ ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്കായിരുന്നു ബാങ്ക് ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്നത്. ഇതോടൊപ്പം 1840 ഏപ്രിൽ 15 ബാങ്ക് ഓഫ് ബോംബെയും 1843 ജൂലൈ 1 ബാങ്ക് ഓഫ് മദ്രാസും സ്ഥാപിതമായി. ഇതോടൊപ്പം എന്ത് ചെയ്തു? 1840 ഏപ്രിൽ 15 ബാങ്ക് ഓഫ് ബോംബെയും 1843 ജൂലൈ 1 ബാങ്ക് ഓഫ് മദ്രാസും സ്ഥാപിതമായി. 1921 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നതുവരെ മേൽപ്പറഞ്ഞ 3 ബാങ്കുകളാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബാങ്കിംഗ് മേഖലയെ നിയന്ത്രിച്ചിരുന്നത്. 1921 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നതുവരെ മേൽപ്പറഞ്ഞ 3 ബാങ്കുകളാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബാങ്കിംഗ് മേഖലയെ നിയന്ത്രിച്ചിരുന്നത്. ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ് എന്നിവ ലയിച്ചുകൊണ്ട് 1921 ജനുവരി 27 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി. 1921 ജനുവരി 27 എന്ത് ചെയ്തു? ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി. ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ് എന്നിവ ലയിച്ചുകൊണ്ട് 1921 ജനുവരി 27 ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി. പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജെയിംസ് കെയ്ൻസ് ആണ് ഇമ്പീരിയൽ ബാങ്കിന് ആ പേര് നൽകിയത്. ദ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1920 പ്രകാരം ആണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. ദ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1920 പ്രകാരമാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്.
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് MS ധോണിയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് MS ധോണിയാണ്. രൂപീകരണം മുതൽ ഇമ്പീരിയൽ ബാങ്കിന് ഒരു കേന്ദ്ര ബാങ്കിന് സമാനമായ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരുന്നു. രൂപീകരണം മുതൽ എന്ത് ചെയ്തു? ഇമ്പീരിയൽ ബാങ്കിന് ഒരു കേന്ദ്ര ബാങ്കിന് സമാനമായ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരുന്നു. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായതോടെ ഇമ്പീരിയൽ ബാങ്കിന് ഈ അധികാരം നഷ്ടമായി. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായതോടെ ഇമ്പീരിയൽ ബാങ്കിന് ഈ അധികാരം എന്ത് ചെയ്തു? നഷ്ടമായി. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ 11.85 കോടി രൂപ മൂലധനവും 172 ശാഖകളും 200 കൂടുതൽ സബ് ഓഫീസുകളുമുള്ള ബാങ്കായിരുന്നു ഇമ്പീരിയൽ ബാങ്ക്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ 11.85 കോടി രൂപ മൂലധനവും 172 ശാഖകളും 200 കൂടുതൽ സബ് ഓഫീസുകളുമുള്ള ബാങ്കായിരുന്നു ഇമ്പീരിയൽ ബാങ്ക്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ നിലവിൽ വന്ന ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ദേശീയ തലത്തിൽ ഒരു പൊതുമേഖലാ ബാങ്കിൻ്റെ ആവശ്യകത മുന്നോട്ട് വെച്ചു. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്ന ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ദേശീയ തലത്തിൽ ഒരു പൊതുമേഖലാ ബാങ്കിൻ്റെ ആവശ്യകത മുന്നോട്ട് വെച്ചു. ഈ ശുപാർശയെ തുടർന്ന് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയും ആ സമയത്ത് ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന സ്റ്റേറ്റ് ബാങ്കുകളെ ലയിപ്പിച്ചുകൊണ്ട് 1955 മെയ്യിൽ പാർലമെൻറ്റ് ആക്ട് പാസ്സാക്കുകയും 1955 ജൂലൈ 1 SBI നിലവിൽ വരികയും ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? 1955 ജൂലൈ 1 എന്ത് ചെയ്തു? SBI നിലവിൽ വന്നു. 1959 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുകയും 8 സ്റ്റേറ്റ് അസോസിയേറ്റഡ് ബാങ്കുകൾ SBIയുടെ കീഴിൽ വരികയും ചെയ്തു. 1959 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുകയും 8 സ്റ്റേറ്റ് അസോസിയേറ്റഡ് ബാങ്കുകൾ SBIയുടെ കീഴിൽ വരികയും ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് SBI. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് SBI. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്കും SBI ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്ക് ഏതാണ്? SBI ആണ്. ഇന്ത്യയുടെ ആദ്യ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലയിൽ വരുന്ന നഗരമാണ് ജയ്പൂർ. ഇന്ത്യയുടെ ആദ്യത്തെ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലയിൽ വരുന്ന നഗരമാണ് ജയ്പൂർ. സ്ഥാപിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ ആണ്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലയിൽ വരുന്ന ജയ്പൂരാണ്. സ്ഥാപിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ച ബാങ്ക് 2004 കൊച്ചിക്കും വൈപ്പിനും ഇടയിൽ SBI ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ച ബാങ്ക് 2004 കൊച്ചിക്കും വൈപ്പിനും ഇടയിൽ SBI ആണ്. പെൻഷൻകാർക്ക് വീടുകളിൽ നിന്ന് വീഡിയോ ലൈവ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനും പെൻഷൻകാർക്ക് വീടുകളിൽ നിന്ന് വീഡിയോ വഴി ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനും വേണ്ടി 2021 നവംബറിൽ വീഡിയോ ലൈഫ് സർട്ടിഫിക്കറ്റ് സംവിധാനം ആരംഭിച്ച ബാങ്കും SBI ആണ്. സേവിംഗ്, ഹ്രസ്വ ലോൺ നിരക്കുകൾ എന്നിവയെ RBIയുടെ റിപ്പോ നിരക്കുമായി ബന്ധിപ്പിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് എന്ന് വെച്ചാൽ ഏതാണ്? അത് RBI ആണ്. SBI ആണ്. സേവിംഗ്, ഹ്രസ്വകാല ലോൺ നിരക്കുകൾ എന്നിവയെ RBIയുടെ റിപ്പോ നിരക്കുമായി ബന്ധിപ്പിച്ച ആദ്യ ഇന്ത്യൻ ബാങ്കാണ് എന്തെന്നറിയപ്പെടുന്നത്? നമ്മുടെ SBI എന്നറിയപ്പെടുന്നത്. മൊബൈൽ സാങ്കേതിക വിദ്യയിലൂടെ വീട്ടിലിരുന്ന് ജോലികൾ ചെയ്യാനുള്ള സൗകര്യം ആരംഭിച്ച ബാങ്കാണ് ആരെന്നറിയപ്പെടുന്നത്? SBI എന്നറിയപ്പെടുന്നത്. മൊബൈൽ സാങ്കേതിക വിദ്യയിലൂടെ വീട്ടിലിരുന്ന് ജോലികൾ ചെയ്യാനുള്ള സൗകര്യം ആരംഭിച്ച ബാങ്കാണ് SBI എന്നറിയപ്പെടുന്നത്. 2017 ഏപ്രിൽ 1 5 അസോസിയേറ്റഡ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും SBIയിൽ ലയിപ്പിച്ചിട്ടുണ്ട്. 2017 ഏപ്രിൽ 1 എന്ത് ചെയ്തു? 5 അസോസിയേറ്റഡ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും SBIയിൽ ലയിപ്പിച്ചു. SBIയിൽ ലയിപ്പിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, ഭാരതീയ മഹിളാ ബാങ്ക് എന്നിവയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, ഭാരതീയ മഹിളാ ബാങ്ക് എന്നിവ എന്ത് ചെയ്തു? 2017 ഏപ്രിൽ 1 5 അസോസിയേറ്റഡ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും SBIയിൽ ലയിപ്പിച്ചു. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ശാഖയുള്ള ഇന്ത്യൻ ബാങ്ക് ഏതെന്ന് വെച്ചാൽ ഏതാണ്? അത് SBI ആണ്. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ശാഖയുള്ള ഇന്ത്യൻ ബാങ്കും SBI ആണ്.